ഓക്കെ, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് മതസൗഹാർദ്ദം കാഴ്ചവെക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലിപ്പോൾ ഇതാ വിജയ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം നായകൻ നടൻ അല്ലേ, അദ്ദേഹവും ആ ഒരു പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഹസനമാണ് എന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരും. കാരണം ഞാനൊക്കെ നോമ്പ് നോക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ നോമ്പ് നോക്കുന്ന സമയത്ത് പള്ളിക്ക് പോയിട്ട് കൃത്യമായി നോമ്പ് തുറയിലും പങ്കെടുക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ വർഷം ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. എന്നിരുന്നാൽ പോലും നമ്മൾ ചെയ്യാറുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുകളുണ്ട്. നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടോ എന്തൊക്കെയാണെന്ന്. ഹൃദയത്തിനുള്ള ഒരു ഹെൽത്ത് തരും, അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ പവർ കൂട്ടും, ഇൻസുലിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വെയിറ്റ് ലോസ് നല്ലതാണ്, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അത് അതിൻ്റെ ഹെൽത്ത് പരമായിട്ടുള്ള ആത്മീയതയിലേക്ക് മുഴുകുമ്പോൾ അതിൽ ഇസ്ലാം പരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പുണ്യം കിട്ടുന്നു, കൂലി കിട്ടുന്നു, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തിനാണ് ഒരു പ്രഹസനം എന്ന രീതിയിൽ വിജയ് അവിടെ പോയിരുന്നത് എന്നുള്ള ചർച്ച നടക്കുന്നത് വിശ്വാസികളുടെ ഇടയിലുണ്ട്. അതുകൂടാതെ തന്നെ ഇത് പ്രഹസനമാണെന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരുപാട് സാമൂഹ്യ നിരീക്ഷകരായിട്ടുള്ള ആളുകളുണ്ട്. എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നോമ്പ് തുറക്കാറുണ്ട്, പള്ളിക്ക് പോയിട്ട് അവിടെ നിന്നാണ് നോമ്പ് തുറക്കാറ്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു ഈത്തപ്പഴം, ഒരു കാരക്കൊക്കെ കഴിച്ച് നമ്മൾ നോമ്പ് തുറക്കുന്നു, കുറച്ച് വെള്ളം കുടിക്കുന്നു. അത് കഴിഞ്ഞ് ഇവർ വുളുവും കാര്യങ്ങളൊക്കെ എടുത്ത് ദേഹശുദ്ധി വരുത്തി ഇവർ നിസ്കാരത്തിലേക്ക് പോകുന്നു. നിസ്കാര മുറിയിലേക്ക് കയറുമ്പോൾ, പള്ളിക്കകത്തേക്ക് കയറുമ്പോൾ ആ നിസ്കാരത്തിൽ പങ്കുകൊള്ളാൻ ഞാൻ പോകുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ വകതിരിവാണ്, അല്ലെങ്കിൽ എനിക്കത് അറിയാം, അതുകൊണ്ടാണ്. അപ്പം ഞാൻ അതിലേക്ക് കയറി ചെന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്യുക അല്ലെങ്കിൽ അവരെ മിമിക്ക് ചെയ്യുന്ന പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് വിജയ് അതൊക്കെ എന്തിനു ചെയ്തു? വിശ്വാസികളായ ആളുകളും അവിശ്വാസികളായ ആളുകൾക്കും ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തിനോട് താല്പര്യമുള്ളതും ഇല്ലാത്തവരായ ആളുകളുണ്ടാവും. രണ്ടു പേർക്കും ഒരേ രീതിയിൽ പറയാനുള്ള ഒരു വാക്കതാണ് എന്തിന് ഇയാൾ അത് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അദ്ദേഹം ഈ ഒരു വരാന്തയിലേക്ക് കയറി വരുന്ന സമയത്ത്, ഒരു ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി, അത് കയറി വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന രീതി ഒന്ന് കാണിച്ചു തരാം. நம்மளுடைய உணர்வை புரிந்து அண்ணன் நம்மளுக்காக இங்க வந்திருக்காங்க. அண்ணன் வந்தது நம்மளுடைய உணர்வை புரிந்து தான் வந்திருக்காங்க. தயவு செஞ்சு யாரும் எந்திரிச்சு வர வேண்டாம், அவங்கவுங்க இடத்துல உட்காருங்க. யாரும் எந்திரிச்சு வர வேண்டாம், அவங்கவுங்க இடத்துல உட்காருங்க. தயவு செஞ்சு உட்காருங்க. കേട്ടില്ലേ? അദ്ദേഹം നമ്മുടെ ഉണർവിനായിട്ടാണ് വരുന്നത്, അതാണ് പറഞ്ഞു കേൾക്കുന്നത്. അദ്ദേഹം നോമ്പെടുത്തിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തിലേക്ക് അയാൾ കടന്നു വരുന്ന സമയത്ത് ആരും എണീക്കരുതെന്ന് പറയുന്നുണ്ട്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു മഹാനായ നടനുണ്ട്. ആ മഹാനടന്റെ പേര് മമ്മൂട്ടി എന്നാണ്. അദ്ദേഹം പള്ളിക്കകത്തേക്ക് കയറി വരുന്ന സമയത്ത് ഒരാളും അയ്യോ മമ്മൂട്ടി അമ്മ അടിപൊളി എന്ന് പറഞ്ഞ് വരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ നേരെ തിരിച്ച് അദ്ദേഹം മറ്റുള്ള ഏതൊരു വേദിയിലേക്ക് വരികയാണെങ്കിലും ജനങ്ങൾ പൊതിയും. അതിൽ മതവും ജാതിയും ഒന്നും നോക്കില്ല, എല്ലാവരും പൊതിയും അല്ലേ? പക്ഷേ ഇവിടെ വിജയ് വരുമ്പോൾ ഇതിന് ആളുകൾ എണീറ്റ് നിൽക്കുകയാണ്, അവിടെ തന്നെ ഇരിക്കാൻ പറയുകയാണ്. വ്രതം നോറ്റ് നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുടെ മുന്നിലേക്ക് വിജയ് കടന്നു വരികയാണ്. ഇത് നാടകീയത നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാൻസ് ഉൾപ്പെടുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചതാവാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ ആയാലും മറ്റൊരു മതത്തിനെ ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാൻ ശ്രമിക്കുന്ന പല ആളുകളുണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിൽ നോമ്പുതുറകൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ഇവരെല്ലാവരും ഈ ഒരു നിസ്കാര സമയത്ത് ആ പള്ളിക്കകത്തേക്ക് കയറി ചെന്ന് അല്ലെങ്കിൽ ആ നിസ്കാര വേദിയിലിരുന്ന് അവരെ മിമിക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്കൊരു വീഡിയോ കൂടി കാണിച്ചു തരാം. അതായത് ഇഫ്താർ വിരുന്നിന് ആദ്യഘട്ടം എന്നോണം ചെയ്യുന്നത് എന്താ വെച്ചാൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നതാണ്. അവിടെ ഇരിക്കുന്ന വിജയാണ്. ഈ ഒരു ക്ലിപ്പ് എനിക്ക് കിട്ടുന്നത് ഒരു BJP നേതാവിൻ്റെ പേജിൽ നിന്നാണ്. അയാൾ കൊടുത്ത ഒരു തലക്കെട്ട് അവിടെ കിടക്കട്ടെ, പറയാനുണ്ട്, ഹിന്ദിയെ കുറിച്ചിട്ടാണ്. نسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم لا تدع لنا ذنبا إلا غفرته. ഓക്കെ, മുകളിലുള്ള വീഡിയോയിൽ അദ്ദേഹം ഇഫ്താർ വിരുന്നിൻ്റെ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു വീഡിയോ. ആ വീഡിയോയിൽ എല്ലാവർക്കും കൈയൊക്കെ തന്നെ കാണിച്ച് അവിടെ ഇരിക്കുകയാണ്. നോമ്പ് തുറക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇതിന്റെ മുകളിൽ നിങ്ങൾ കണ്ട കാര്യം എന്താ വെച്ചാൽ തമിഴ് അല്ലല്ലോ, ഹിന്ദി പോലെ എളുപ്പമല്ല അറബി. ഓക്കെ, അതായത് അത് അവർ ചെയ്ത പരിപാടി, BJPക്കാർ ചെയ്തൊരു പരിപാടിയാണ്. ഹിന്ദിക്കെതിരെ തമിഴ്നാട് വലിയ രീതിയിൽ ശക്തമായ രീതിയിൽ ഇടപെടൽ നടത്തുന്നു. അത് ഞങ്ങളെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട എന്ന് പറയുന്നു. തമിഴിനെ വലിയ രീതിയിൽ അവർ ഇതാക്കുന്നു. അതായത് ലോകത്തിലെ ആദ്യ ഭാഷ എന്നുള്ള തമിഴാണ് എന്ന് എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമാണ്.
അതിന് അർത്ഥം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഹിന്ദി. പക്ഷെ ഭരണഘടനയിൽ എവിടെ എഴുതി വെച്ചിട്ടില്ല ഹിന്ദിയാണ് നമ്മുടെ മദർ ടങ് എന്നോ അല്ലെങ്കിൽ മാതൃഭാഷ എന്നുള്ളൊരു കാര്യമൊന്നും എഴുതിയിട്ടില്ല അല്ലെ. അപ്പൊ തമിഴ്നാട്ടിൽ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ തലക്കെട്ടോട് കൂടി വെച്ചിരിക്കുകയാണ്. ഇതിനെ നമുക്കൊരു കളിയാക്കൽ എന്ന രീതിയിൽ വേണമെങ്കിൽ മാറ്റും. അപ്പൊ തമിഴല്ല ഹിന്ദിയാണല്ലോ, അറബി അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഈ അറബി എന്ന് പറയുന്ന ഈ ഒരു ലാംഗ്വേജ് ഒരു പക്ഷെ അറബി എഴുതപ്പെട്ടത് അറബിയിലാണ്. പിന്നീട് അങ്ങോട്ടാണ് മറ്റുള്ള ഭാഷകളിലൊക്കെ ഇതിനെ മൊഴിമാറ്റവും തർജ്ജമകളൊക്കെ നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹം മുകളിൽ ഇരിക്കുന്നത് ഇഫ്താർ വിരുന്നിന്റെ തുടക്കമാണ്, അടിയിൽ ഇരിക്കുന്നത് അത് നിസ്കാര സമയത്തുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഒരു നിസ്കാര വീഡിയോയും കൂടി കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. الله أكبر الله أكبر سمع الله لمن حمده ولك الحمد الله أكبر ഓക്കെ, ഓരോ റക്കാത്തിന് അവർ എണീറ്റ് നീറ്റിച്ച് ഭൂമിയിലേക്ക് ശിരസ് വെക്കുന്ന ഒരു സംഭവമാണ്. ആധികാരികമായിട്ട് പറഞ്ഞിട്ട് അത് കൊളാക്കണ്ടല്ലോ. അപ്പോൾ അവരുടെ നിസ്കാര രീതികളിലേക്ക് നമുക്കൊരു പരിചയമില്ല. ഇപ്പോൾ വിജയ് എന്ന് പറയുന്ന മനുഷ്യന് ഈ നിസ്കാരവുമായിട്ടൊരു ബന്ധവുമില്ല, ഒന്നും അറിയില്ല. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് മതസൗഹാർദ്ദം ഞങ്ങൾക്കുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മതസൗഹാർദ്ദം കാണിക്കാൻ ഒട്ടനവധി വഴികളുണ്ട്. ആ വഴികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ നിസ്കാര സമയത്ത് അതിനേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രവണത എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഞാനിവിടെ ഉപയോഗിക്കുകയാണ്. കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഹസനം. അവർ കൃത്യമായിട്ട് ആ നിസ്കാര സമയത്ത് ചൊല്ലുന്നതായിട്ടുള്ള ഖുർആൻ വചനങ്ങളുണ്ട്. ആ വചനങ്ങളൊന്നും നമുക്കറിയില്ല, അതിൻ്റെ അർത്ഥം പോലും നമുക്കറിയില്ല. പിന്നെ നമ്മൾ എന്തിന് അവർ ചെയ്യുന്ന ആ ഒരു സംഭവത്തെ, അവർ ചെയ്യുന്ന കാര്യത്തെ നമ്മൾ എന്തിനാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്, മിമിക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഞാൻ ഉയർത്തുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ നിസ്കാര സമയത്ത് ആ സമയത്ത് പുറത്ത് ഭക്ഷണം വാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടാവും. ഞാനും എൻ്റെ കുറച്ച് ഹൈന്ദവ സുഹൃത്തുക്കളും ഉണ്ടാവും. ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ആ നിസ്കാരം കഴിഞ്ഞ് വന്നാലുള്ള ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കും. ബാക്കിയിട്ട് എല്ലാവരും നിസ്കരിച്ചുകൊണ്ടിരിക്കുകയുണ്ടാവും. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ എടപ്പാളിൽ വെങ്ങിനിക്കര ചെറിയ പള്ളിയിൽ അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ആളുകളെ സംഘടിപ്പിക്കാനൊന്നും കഴിയാത്തത് കൊണ്ട് ചെയ്യാറില്ല. യുക്തിയുള്ള ഒരു മനുഷ്യനെ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കളിയാക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നോമ്പ് നോൽക്കുന്നു, അവരുടെ ആ കൂട്ടത്തിൽ ആ ഒരു സംഭവം മനസ്സിലാക്കുക എന്നാണ് വലിയ രസമുള്ള പരിപാടിയാണ്. എത്രയോ മണിക്കൂറുകളോ ഭക്ഷണമൊന്നും ഇല്ലാതെ നമ്മൾ വൈകുന്നേരം ആ ഒരു 6-6:30 വരെ കാത്തിരുന്ന് അവരെ കൂട്ടത്തിലിരുന്ന് അത് കഴിക്കുമ്പോൾ അതൊരു രസമാണ്. അതിനെ നമ്മൾ മതസൗഹാർദ്ദമായിട്ട് കാണണമെന്ന് യാതൊരു ഇതുമില്ല. ചിലപ്പോൾ നമ്മളുടെ ഒരു താല്പര്യമാവും ഈ നോമ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഹെൽത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. പല ആളുകളും അതിനെ വേറെ രീതിയിൽ ഡിബേറ്റ് ചെയ്യാൻ വേണ്ടി വരും. അവരോട് എനിക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാനത് കൂടുതലായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ സിനിമാ നടന്മാർ രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം നടത്തുമ്പോൾ അല്ലെങ്കിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും ചില രീതിയിൽ ആളുകളെ പറ്റിക്കുന്ന കുറേ പ്രവണതകളുണ്ട്. ഇപ്പം നിസ്കാര സമയത്ത് ഒരു വലിയ ബഹളം ബാക്കിൽ നിന്ന് കേൾക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഇയാളെ കാണാൻ, ഈ ഒരു വിജയെ കാണാൻ വന്ന ആളുകൾ ആ ഒരു വരാതൊക്കെ പുറത്ത് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ഇതൊക്കെ ഒരു നല്ല പ്രവണതയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മതസൗഹാർദ്ദം വളർത്താൻ എന്തൊക്കെ വഴികളുണ്ട്, ആ വഴികളെയൊക്കെ അങ്ങ് മുറിച്ച് മാറ്റിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. ഈ നോമ്പ് നോൽക്കുന്ന കാര്യത്തിൽ ഹിന്ദു എന്ന് മുസൽമാൻ എന്ന് ക്രിസ്ത്യൻ എന്ന് അങ്ങനെ ഒരു വേർതിരിവും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ നല്ലതാണ്. മതപരമായിട്ട് അവരുടെ വിശ്വാസപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ്. എല്ലാ മതത്തിലും അതിൻ്റെതായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്, ഒന്നിനെയും നമ്മൾ അവഹേളിക്കേണ്ട. അപ്പം അതിൻ്റെ ഇടയിലേക്ക് ചിലപ്പോൾ ആളുകൾ കുറച്ച് കൊണ്ടുവരുന്ന ഒരു കാര്യം ഉണ്ടാവും, കുംഭമേളയെ എന്താ അങ്ങനെ ആക്കിയത്. കുംഭമേള അതിൻ്റെതായ മാന്യതയിൽ അതിൻ്റെതായ വൃത്തിയിൽ നടത്തിയിരുന്നെങ്കിൽ ഈ രീതിയിൽ ആരും കളിയാക്കിയിരുന്നില്ല അല്ലേ. അതിനെ നിങ്ങൾ കുംഭമേളയെ മറ്റേ ഹജ്ജുമായിട്ടൊക്കെ കൂട്ടി വെച്ച കുറേ പൊട്ടന്മാരുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇപ്പോൾ ഈ ഉംറയും ഹജ്ജൊക്കെ നടക്കുന്ന ആ ഒരു പ്രദേശത്തേക്ക് നിങ്ങളൊന്ന് പോവുക. ഒരു കടലാസ് തുണ്ട് പോലും നിലത്ത് കാണില്ല, അത്ര വൃത്തിയിലാണ് അവർ കൊണ്ട് നടത്തുന്നത്. ഇവിടെ 7000 കോടി ചെലവഴിച്ച് നടത്തിയ കുംഭമേള ഇനി ഇത് വലിച്ചിടുന്നില്ല ഇതിലേക്ക്. അത്രക്ക് മോശമായ രീതിയിൽ നടത്തിയൊരു കാര്യമാണ്. ഓക്കെ, ഇവിടെ മതസൗഹാർദ്ദം എന്ന ഒരു സംഭവം ഇത് കാണിച്ചു കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ടൊന്നും നമ്മളിപ്പോൾ ഒരു ശബരിമലയ്ക്ക് പോകുന്ന ഒരാൾക്ക് കുറച്ച് വെള്ളം ഒരാൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം കൊടുത്തു കഴിഞ്ഞാൽ ചർച്ചയല്ല, ഇപ്പോൾ അത് ചർച്ചയാണ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളല്ല, അത് ഇപ്പം പെട്ടെന്ന് പൊട്ടിമുളച്ച കാര്യമാണ്.
അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചെയ്യുന്നതാണെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ഇതിൻ്റെ പിന്നിൽ ഒരു തല്ല് വേണ്ട, തല്ല് നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിജയുടെ ഭാഗത്ത് ആ ഒരു നമസ്കാര വേദിയിലേക്ക് ചെന്നിരുന്നതിൽ എനിക്കൊരു ഇത് തോന്നി, അതുകൊണ്ട് ചൂണ്ടിക്കാണിച്ചു. വേറെ ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും ഈ നോമ്പിൽ ഒരു അസുഖവും ഇല്ലാതെ കൃത്യമായിട്ട് എല്ലാം എടുക്കാൻ കഴിയട്ടെ. വേറെ ഒന്നും പറയുന്നില്ല. ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇങ്ങനെ വിളിക്കുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇതൊരു സന്ദീപ് പോൾ സൈനിങ് ഓഫ്.